ഇതുപോലെ ഒറ്റപ്പെടാൻ അനുഭവിച്ചൊരു മനുഷ്യനാണ് ജോസഫ്. പൊട്ടക്കിണറും പുത്തീഫറും കാരാഗ്രഹവും മാറി മാറി വരുമ്പോ എന്ത് എന്ന് ചോദ്യത്തിന് മിണ്ടാതിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. 11 സഹോദരങ്ങളും അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു വീട്ടിൽ ലാളനയേറ്റ് വളർന്ന ഈ പയ്യൻ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ ഹൃദയത്തിൽ വേദനിച്ച് പോകുമ്പോഴും വാഗ്ദത്തങ്ങളുടെ നിവർത്തിയെല്ലാം കണ്ണിന്റെ മുമ്പിൽ നിറവേറി നിൽക്കുന്നത് കണ്ടിട്ട് കരയാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ചു എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഈ വേദപുസ്തകത്തിലുണ്ട്. സഹോദരങ്ങളും അപ്പനും എല്ലാം വന്ന് മുമ്പിൽ പൊഴുതുകൊണ്ട് നിൽക്കുമ്പോ കർത്താവേ, ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലുകളും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കരയാൻ വേണ്ടി പോയി മാറി നിന്ന് കരഞ്ഞിട്ട് വരുന്ന വ്യക്തിയെപ്പോലെ വാഗ്ദത്തങ്ങളിലേക്കും കണ്ട സ്വപ്നങ്ങളിലേക്കുമാണ് സാഹചര്യങ്ങൾ തിരിയുന്നത് എന്ന് നിനക്ക് ബോധ്യം വരത്തക്കവണ്ണമുള്ള ദൈവിക ഇടപെടലുകൾ ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ സംഭവിക്കുന്നു.